കർത്താവെ, വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് അങ്ങയുടെ വലിയ കൃപയ്ക്കുള്ളിൽ കർത്താവെ ഞങ്ങൾ ചേർക്കപ്പെടുവാൻ, കർത്താവെ അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുവാനൊക്കെയും സ്വർഗം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകൽ നേരം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവ്, മാറ്റമില്ലാത്ത ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ അങ്ങയുടെ പാദമെടുത്ത് ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ മക്കൾക്ക് ലഭിക്കേണ്ട ആത്മീകമായ പോഷണത്തെ അപ്പാ ഇന്ന് പകൽ വേളയിലും സ്വർഗം അനുവദിക്കണമേ, നൽകണമേ. അപ്പൊ അതിന്റെ കരം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്തു. കർത്താവ്, തെറ്റാരതുമായി ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ശക്തീകരിക്കണമേ. കർത്താവിന്റെ നാമത്വം ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്തു. ബലപ്പെടുത്തലും കാത്തുസൂക്ഷിക്കണമേ. എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മഹത്വമിന്റെ കർത്താവിന് അങ്ങയുടെ കരം ചലിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ന് പറഞ്ഞ കർത്താവിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് വരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ച എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽ നേരം അല്പമായി ദൈവസന്നിധി നമ്മൾ ചിന്തിക്കേണ്ടതിന് നമുക്ക് ചില ഭാഗങ്ങൾക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാവുന്നതാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ദൈവകൃപയിൽ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നിലൂടെ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കുന്ന ശുശ്രൂഷ, സഭയ്ക്ക് വേണ്ട ആത്മീക വർധനവിന് വേണ്ടിയുള്ള ജീവന്റെ വചനങ്ങൾ പൗലോസിലൂടെ സ്വർഗം എഴുതുമ്പോൾ ലേഖനങ്ങൾ ഓരോന്നും ഓരോ ഉദ്ദേശങ്ങളെ വെളിപ്പെടുത്തിയാണ് അത് പ്രതിപാദിക്കുന്നത്. സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും അതിന് മറുപടിയാവണ്ണം ആണ് പൗലോസ് അപ്പോസ്തലൻ സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുന്നത്. എന്നാൽ ഈ ഗലാത്യ സഭയിലേക്ക് ദൈവത്തിന്റെ വചനം ലേഖനം എഴുതുന്ന സമയത്ത് അവിടെ നിലനിൽക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണെങ്കിലും സഭയ്ക്കകത്ത് ചില കള്ള സഹോദരന്മാർ നുഴങ്ങി വന്ന് ചിലരെ വഞ്ചിക്കുന്ന അനുഭവത്തിൽ നിന്ന് സ്തോത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭയിലെ പ്രിയപ്പെട്ടവരെ വീണ്ടും ഉപദേശിച്ച് അവരെ വഴികളിൽ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അന്യമാക്കുവാൻ ചിലര് നുഴഞ്ഞു വരുന്നു. ചിലർ അതിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് വഴി തെറ്റിക്കുന്നു. ഈ ഒരു അവസ്ഥ സഭയ്ക്കകത്ത് ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചരിത്രം വ്യക്തമാക്കുന്നതാണ് നമ്മൾ വായിച്ച ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്. അതിന് 1-2 അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ വായിക്കുന്ന സമയത്ത് പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു, താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതൊക്കെയും താൻ ഏൽപ്പിക്കുമ്പോൾ അതിന് മനുഷ്യർക്ക് അവിടെ സ്ഥാനമില്ല, മനുഷ്യരുടെ യാതൊരു ഇടപെടലും അതിന് വരുന്നില്ല. ദൈവം പൗലോസ് അപ്പോസ്തലനെ, പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുവാൻ പദ്ധതിയിട്ടപ്പോൾ ഒരു മുഖവും നോക്കാതെ ദൈവഹിതത്തിന് ഏൽപ്പിച്ച് സ്റ്റെപ്പുകളെ വെക്കുന്ന പൗലോസിനെയാണ് നമ്മളിവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വരുന്ന ഒരു ദൈവ പൈതൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പൗലോസ് സ്തോത്രം ആത്മ നിറവിൽ ജീവിക്കുവാൻ സ്റ്റെപ്പുകളെ വെച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു, നിന്നിൽ എന്റെ കൃപ വെളിപ്പെടുത്തുവാൻ പദ്ധതി ഇടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അല്പനാള് നീ ഇരിക്കുന്ന ദേശം വിട്ട് ഒന്ന് വേർപെട്ടിരിക്കണം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ച് മടങ്ങി വരുന്ന പൗലോസിനെയാണ് നമ്മളിവിടെ ചരിത്രങ്ങളിൽ നമ്മൾ കാണുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ മടങ്ങി വരുന്ന പൗലോസ് ശക്തിയുക്തം ഒരു കാര്യം എതിർക്കുന്നുണ്ട്. താൻ യഹൂദനായിരുന്നു, സ്തോത്രം ഹല്ലേലൂയ. താൻ സ്തോത്രം ഒരു സ്തോത്രം ശക്തമായി ദൈവകരത്തിൽ ന്യായപ്രമാണ സംബന്ധമായി എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു പരീക്ഷനായിരുന്നു. എന്നാൽ ആ പരീക്ഷനായിരുന്ന കാലഘട്ടത്തിൽ തന്റെ ഹൃദയത്തിൽ ലഭിക്കാതിരുന്ന സമാധാനവും വിശ്വാസവും പരിശുദ്ധാത്മാവ് സ്തോത്രം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ലഭിക്കുവാൻ ഇടയായി തീർന്നു.
ദൈവത്തിന്റെ കരസ്പർശനം ഇറങ്ങി വന്ന പൗലോസ് അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. ആ പൗലോസ് ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിൽ മർമ്മങ്ങളെ, രക്ഷയുടെ മർമ്മങ്ങളെ ദൈവസഭയ്ക്ക് ലേഖനങ്ങൾ മുഖാന്തരം എഴുതുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ലേഖനം എഴുതുമ്പോൾ നമ്മളിവിടെ വായിച്ചു 1, 2, 3 അധ്യായങ്ങൾ അവിടെ സ്തോത്രം രേഖപ്പെടുത്തുന്ന പല വിഷയങ്ങളുണ്ടെന്ന് ആരംഭത്തിൽ പറഞ്ഞു. എന്നാൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ശക്തമായി സ്തോത്രം പൗലോസ് പത്രോസിനെ ശാസിക്കുന്ന രംഗമാണ് കാണുന്നത്. അഭിമുഖമായി എതിർത്തു നിന്നു. ഹല്ലേലൂയ സ്തോത്രം. താൻ പത്രോസിന്റെ ഒരു കുറവ് കാണും, പരസ്യമായി താൻ ശാസിക്കുന്ന രംഗത്തിലേക്ക്, പത്രോസിനെ ശാസിക്കുന്ന രംഗത്തിലേക്ക് വന്നു. അടുത്ത അധ്യായം 3-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഗലാത്യ സഭയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചതാണ് ഈ വിശ്വാസ ജീവിതം. ആത്മാവിൽ ആരംഭിച്ച വിശ്വാസ ജീവിതം നിങ്ങളിപ്പോൾ ബുദ്ധി കൊണ്ട് സമാപിപ്പിക്കുന്നോ ജഡം കൊണ്ട് സമാപിപ്പിക്കുന്നോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരംഭിച്ച വിശ്വാസ ജീവിതം ഇപ്പോൾ ചെന്നെത്തുന്നത് ആത്മാവിന്റെ നിയോഗത്താലല്ല, ജഡം എന്ന് പറയുന്നു ആ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു. ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ന്യായപ്രമാണം പറയുന്ന ആചാരങ്ങളിലേക്ക് വീണ്ടും, അല്ലെങ്കിൽ ബലഹീനമായ ആചാര വിശ്വാസങ്ങളിലേക്ക് വീണ്ടും ചെന്ന് നിൽക്കുവാൻ ഗലാത്യയിലെ വിശ്വാസികൾ ഇടയായി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ വീണ്ടും പഴയ വഴിക്ക് പോയി ന്യായപ്രമാണം പറയുന്ന പരിച്ഛേദന ഏൽക്കാൻ പോകേണ്ട കാര്യമില്ല. എന്നാൽ ആ വിശ്വാസം ലഭിക്കാതിരുന്നവരോ ആരൊക്കെ അവരെ മറിച്ചു കളയുവാൻ, അവരെ തെറ്റിച്ചു കളയുവാൻ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൃപയിൽ നിൽക്കുന്നതിന് തടസ്സമായി പിശാച് ചിലരെ ഉപയോഗിക്കും. അവരെ ഉപയോഗിച്ച് ചിലരെ കൃപയിൽ നിന്ന് വലിച്ചിടും. വരുന്നതല്ല ഉപദേശ രൂപേണ തന്നെയാണ്, സ്തോത്രം, ഉപദേശിച്ച് തന്നെയാണ് സഭയ്ക്കകത്ത് കടന്നു വരുന്നത്. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവകൃപയിൽ വിശ്വാസത്താൽ ഇരിക്കുന്നവനെ വഴിതെറ്റിക്കുവാൻ ഉപദേശം തന്നെയാണ് പിശാച് ഉപയോഗിക്കുന്നത്. അങ്ങനെ 3-ാം അധ്യായത്തിന്റെ അകത്ത് സവിസ്തരം ആ കാര്യം വെളിപ്പെടുത്തി ആ ഭാഗങ്ങളുടെ അവസാനത്തിലേക്ക് കടന്നു വന്ന നമ്മളിപ്പോ വായിക്കുന്ന 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് 4-ാം അധ്യായത്തിന്റെ ആരംഭം അവിടെ പൗലോസ് അവിടെ പറയുന്നൊരു കാര്യം, അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ലെന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മക്കളാണ്, അവകാശികളാണ്, ഉയരത്തിലെ സകല ആത്മീക നന്മകളും ഉണ്ട് 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 എന്ന് നാഴിക്ക് 40 വട്ടം നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ സ്തോത്രം അവിടെ പറയുന്ന വചനം ശ്രദ്ധിക്കണം. സർവത്തെ യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം, ശിശുവായിരിക്കുന്ന അനേകരുണ്ട്, ശിശുവായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഉപദേശം കൊണ്ട് വീണ്ടും നിന്നെ ശിശുവാക്കുന്ന ചില ഉപദേശങ്ങൾ, നിന്നെ ശിശുവാക്കി ഒതുക്കുവാൻ വരുന്ന ചില ഉപദേശം, ശിശുവാക്കി വീണ്ടും നിന്നെ തരം താഴ്ത്തുവാൻ പിശാച് ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ദൈവകൃപ പ്രാപിക്കേണ്ടത്. പൗലോസ് ശക്തമായിട്ട് പറയുന്നു, നമ്മൾ വായിച്ചു, അവകാശി സർവത്തിനും യജമാനൻ ആണെങ്കിലും എങ്കിലും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇവിടെ പറയുന്നത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ദാസ്യത്വമല്ല, പുത്രത്വമാണ് പ്രാപിച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു ദാസ്യത്വം വീണ്ടും കയറി വരികയാണ്. എങ്ങനെയാണ് കയറി വരുന്നത്? ന്യായപ്രമാണത്തിന് ഇനി ഒരു സ്ഥാനവുമില്ല. ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ലൗകിക ശുശ്രൂഷകൾ, കാണപ്പെടുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല, സ്തോത്രം, യോഗ്യമായി തീരുകയില്ല. കാര്യം യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ ഇതിനെല്ലാം പൂർണ്ണത വന്നിരിക്കുകയാണ്. യേശുക്രിസ്തു
കാൽവറി തകർക്കപ്പെട്ടിരിക്കുക നിമിത്തം ഇനി ന്യായപ്രമാണത്തിന്റെ അകത്ത് ഏതെങ്കിലും വാക്യങ്ങളിലോ ഏതെങ്കിലും ചെയ്തികളിലോ നീതി ഒളിഞ്ഞിരിക്കുന്നു എന്ന വിചാരത്തിൽ അതിനെ പരതുന്നവരെല്ലാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. യേശു ക്രിസ്തു തന്റെ ശരീരയാഗത്തോടുകൂടെ ന്യായപ്രമാണത്തിന് പൂർത്തി വന്നിരിക്കുകയാണ്. ന്യായപ്രമാണ പ്രകാരം, കൽപ്പന പ്രകാരം സ്തോത്രം, പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടവൻ തിരിച്ചറിയണം, ലോകത്തിൽ ഒരാചാരങ്ങൾക്കോ ഒരു മതങ്ങൾക്കോ ഒരു വിശ്വാസങ്ങൾക്കോ കഴിയത്തില്ല മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ. മനുഷ്യനെ തന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മാനവരാശിക്ക് ഈ ഭൂമിയിൽ ആശ്രയിക്കുവാൻ ഒരു മതങ്ങളിൽ രക്ഷയില്ലെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ശരീരം പാപനിമിത്തം മലിനപ്പെട്ട് കിടക്കുമ്പോൾ അവരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് ദൈവം സ്വപുത്രനെ ലോകത്തിൽ അവതരിപ്പിച്ചു. പുത്രന്റെ മേൽ മുഴു ലോകത്തിന്റെയും എന്റെയും നിങ്ങളുടെ എല്ലാം പാപത്തിന്റെ ശിക്ഷ തന്റെ മേൽ ചുമത്തി താൻ കാൽവറി തകർക്കപ്പെടുകയും തന്റെ ശരീരയാഗത്താൽ പിതാവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം പാപത്തിന് പരിഹാരം വരുത്തി. യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തു ശരീരയാഗം അർപ്പിച്ചത് എന്റെ വീണ്ടെടുപ്പിനാണെന്ന് വിശ്വസിക്കുമ്പോൾ, അവൻ ഊറ്റപ്പെടുകയും അവൻ തകർക്കപ്പെടുകയും ചെയ്തത് എന്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഒരുവൻ തീരുമാനിക്കുമ്പോൾ അവന് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ലൗകിക ആരാധനകൾ, മറ്റൊരു ലൗകിക ശുശ്രൂഷകൾക്കൊന്നും ഒരുവനെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവം തന്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചു. തന്റെ മേൽ ഹല്ലേലൂയ സകല അകൃത്യങ്ങൾ ചുമത്തി തന്നെ കാൽവരിൽ തകർക്കുമ്പോൾ മനസ്സിലാക്കണം, മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ദൈവം സ്വപുത്രനെ കാൽവരിൽ തകർക്കുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നതോടുകൂടെ അവന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നതോടുകൂടെ നമ്മൾ ലോകത്തിലെ എല്ലാ വ്യവസ്ഥകളിൽ നിന്നും നമ്മൾ വേർപെടുകയാണ്. ലോകത്തിലെ സകല വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ വേർപെടുകയാണ്. അവരിൽ നിന്ന് നമ്മൾ സെറ്റ് അപ്പാർട്ട് ചെയ്ത് വേർപെടുത്തി ദൈവ കർത്താവിന്റെ പദ്ധതിക്കായിട്ട് നമ്മളെ പണിയുന്ന ഒരു വലിയ പദ്ധതിയാണ് ദൈവസഭയുടെ കെട്ടുപണി എന്നുള്ളത്. അതൊരിക്കലും കെട്ടിടമല്ല, അത് രക്ഷിക്കപ്പെടുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ സഭ എന്നുള്ളത്. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ദൈവസഭയെ സ്വർഗം എഴുന്നേൽപ്പിക്കുമ്പോൾ ഇന്ന് പകൽനേരം തിരിച്ചറിയണം, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഇത് മാറ്റമില്ലെന്ന് നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ. എങ്ങനെയാണ് നമ്മൾ ഇത് അറിയുന്നത്? അതിന്റെ 26 വാക്യം ഒന്ന് വായിച്ചെന്ന 3:26. അല്ലെങ്കിൽ നമുക്ക് സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം സ്തോത്രം അതിന്റെ 19 മുതൽ വായിച്ചേ. 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ന്യായപ്രമാണത്തെ നിലനിർത്തേണ്ടതിന് എപ്പോൾ വരെ നിലനിൽക്കണമെന്നറിയാവോ? ദൈവത്തിന്റെ കൽപ്പന ഇതായിരുന്നു, അവകാശി വരണം. അവകാശി ആരാ? ദൈവത്തിന്റെ ഏകജാതനാകുന്ന പുത്രനാണ് സകലത്തിനും സർവത്തിനും അവകാശിയായിരിക്കുന്നത്. അവകാശിയായിരിക്കുന്ന ക്രിസ്തു വരുവോളം, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, വാഗ്ദത്തം ലഭിച്ച സന്തതികളല്ല, സന്തതി ഏകനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ദൈവപുത്രനാകുന്ന ക്രിസ്തു വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് ദൈവപുത്രന്റെ രംഗപ്രവേശനത്തിന് വേണ്ടി കാലങ്ങൾ, ചരിത്രങ്ങൾ ലോകത്തിൽ സ്വർഗത്തിലെ പിതാവ് ഒരുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കിട്ടി. ആ പദ്ധതിക്ക് വേണ്ടി അബ്രഹാമിനെ കൽദേര പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചിറക്കിയത്. അങ്ങനെ അവർക്ക് പ്രമാണങ്ങളും വാഗ്ദത്തങ്ങളും ന്യായപ്രമാണവും കൊടുത്തു.
ഇതെല്ലാം ലഭിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല അവരാരെ കുറിച്ചാണ് ഇത്, എന്തിനാണ് ദൈവം ഇത് കൊടുക്കുന്നത്, എന്തിനാണ് കൊടുക്കുന്നത്. ദൈവം തന്റെ പ്രിയപുത്രനെ ഇതാ അബ്രഹാമിന്റെ വഴിയിലൂടെ, സ്വന്തം യാക്കോബിന്റെ വഴിയിലൂടെ, യോസേഫിന്റെ വഴിയിലൂടെ, സ്വന്തം ഹല്ലേലൂയ മോശയുടെ വഴിയിലൂടെ, ഹല്ലേലൂയ സ്വന്തം ദാവീദിന്റെ വഴിയിലൂടെ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ദൈവപുത്രനെ അയക്കുന്ന കാര്യപരിപാടിയിലാണ് ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അല്ലാതെ ഇസ്രായേലിന്റെ പ്രത്യേകതയൊന്നുമില്ല. അബ്രഹാമിന്റെ പ്രത്യേകത കണ്ടോ, ഇസഹാക്കിന്റെ പ്രത്യേകത ഉണ്ടോ, യാക്കോബിന്റെ പ്രത്യേകത ഉണ്ടോ? അവർക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. അവർ നമ്മളെ പോലെ സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് കൊടുത്തത് എന്താണ്? വാഗ്ദത്തങ്ങളും അവകാശങ്ങളും ന്യായപ്രമാണവും കൊടുത്തു. എന്തിനാണ്? ദൈവപുത്രനെ പാപത്തിന്റെ പരിഹാരത്തിന്, മാനവരാശിയുടെ പാപപരിഹാരത്തിനായി അയക്കുമ്പോൾ ചരിത്രങ്ങൾ അവന് മുമ്പിൽ സ്വത്രം ഒരുക്കപ്പെടണം. അളവിയ ദൈവത്തിന്റെ വചനങ്ങൾ, പ്രവചനങ്ങൾ, വാഗ്ദത്തങ്ങൾ ദൈവപുത്രന്റെ ശുശ്രൂഷയ്ക്കായി കാലങ്ങൾക്ക് മുമ്പേ ഒരുക്കപ്പെടണം. അതിനായിട്ടാണ് സ്വർഗത്തിലെ ദൈവം കാലങ്ങൾക്ക് മുമ്പേ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചത്. അപ്പോൾ ആ കാര്യപരിപാടിയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനാകുന്ന യേശു കർത്താവ് പാപത്തിന് പരിഹാരത്തിനായിട്ട് കാലുകൾ തകർക്കപ്പെടുന്നതോടുകൂടെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മുഴുവൻ ലോകത്തിലും രക്ഷ വരുവാൻ കാരണമായി തീരും. അപ്പൊ യേശു ക്രിസ്തു കാൽവരിയിൽ തകർത്തപ്പെട്ട എല്ലാ മനുഷ്യർക്കും രക്ഷ വരുമോ? വരും. രക്ഷിക്കപ്പെടുന്നവർ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ വിശ്വസിച്ച് സ്നാനമേൽക്കണം. ആളുകളെ വിശ്വസിച്ച് സ്നാനമേൽക്കണം, കർത്താവിനോട് കൂടെ ചേരണം. അല്ലാതെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വിശ്വസിച്ചാൽ അത് ദൈവം പറയുന്ന വചനാടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണെങ്കിൽ ആ വചനാടിസ്ഥാനത്തിലുള്ള വിശ്വാസത്തിന്റെ ആധാരം വെള്ളത്തിൽ നീ സ്നാനമേൽക്കുന്നതാണ്. നിന്റെ പഴയ മനുഷ്യനെ നീ ഉരിഞ്ഞു കളയണം. മനസ്സിലാകുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിൽ വിശ്വസിച്ചു അതുകൊണ്ട് ദൈവവൈതലായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. സ്നാനമേൽക്കാത്ത ഒരുവൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അവനിൽ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, മറ്റൊരാത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് തിരിച്ചറിയണം. അപ്പോൾ മറ്റൊരാത്മാവ് പാട്ടുപാടും, ആരാധിക്കും, സ്തോത്രം പറയും, പക്ഷേ കർത്താവിന്റെ കൽപ്പനയൊന്നും അനുസരിക്കുന്നില്ല. അലറിയ സ്നാനപ്പെടത്തില്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കത്തില്ല, സഭായോഗം കൂടത്തില്ല, കൂട്ടായ്മ ആചരിക്കത്തില്ല, വിശുദ്ധി വേർപാട് കാണത്തില്ല. അത് മറ്റൊരാത്മാവാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് അതല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ദൈവം ഒരുക്കി വെച്ച പദ്ധതി എത്ര ശ്രേഷ്ഠമായതാണ്. ആമേൻ. കരങ്ങൾ ചെയ്തു മഹത്വപ്പെടുത്തിയാട്ടെ. വായിച്ചാട്ടെ വായിച്ചാട്ടെ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. ദൈവമോ ഒരുത്തൻ മാത്രം. ദൈവം ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വാക്യം ശ്രദ്ധിക്കണം. നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രമാണം, നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രമാണം. ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നില്ല. 10 കൽപ്പന കുത്തിയിരുന്ന് പഠിച്ചാൽ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കത്തില്ല. പൗരോഹിത്യത്തിന് കീഴിൽ ഇരുന്നാൽ നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കത്തില്ല. അപ്പോൾ ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആമേൻ. വായിച്ചേ വായിച്ചേ. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു. ആ വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചു തുടർന്ന് വായിക്കും. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ. അപ്പൊ ദൈവിക വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അബ്രഹാമിനെയും യാക്കോബിനെയും അല്ലെങ്കിൽ മോശേനെയൊക്കെ നോക്കി, ദാവീദിനെയൊക്കെ നോക്കി ഒരു രാജ്യമോ അല്ലെങ്കിൽ രാജ്യത്തിലെ കുറെ സ്ഥാപനങ്ങളോ കെട്ടിടങ്ങളോ കാണപ്പെടുന്ന എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കളോ അല്ല വാഗ്ദത്തം എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ നിലവാരം കാത്തു സൂക്ഷിക്കുന്ന പദം വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ നിലവാരത്തിനനുസരിച്ച് പറയുന്ന വാഗ്ദത്തം ആത്മീകം തന്നെയാണ്. ആത്മീകമായ ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് മാത്രമാണ്.
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ അനുഗ്രഹിക്കപ്പെടുന്നു. കാര്യം അവൻ ജീവിപ്പിക്കപ്പെടുന്ന ഒരു പ്രമാണത്തിന് അർഹനായി തീർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതല് അടിവരയിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആളെ ഞാൻ വലിയൊരു വണ്ടിയിൽ നടന്നു എന്നുള്ളതല്ല അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. ഞാൻ വലിയൊരു വീട്ടിൽ താമസിച്ചോ എന്നുള്ളതല്ല അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. കൈ നിറച്ച് പണം, അക്കൗണ്ട് നിറച്ച് 3, 4, 5 അക്കൗണ്ട് നിറച്ച് കോടികൾ ആസ്തിയല്ല അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. നീ ഒന്നുമില്ലാത്തവനായിരുന്നാലും ഈ ശരീരം വിടുമ്പോൾ നിന്നെ കൊണ്ടുപോകുവാൻ ദൂതഗണങ്ങൾ വന്ന് നിൽക്കുന്നുവെങ്കിൽ ഈ ആയുസ്സിൽ നീ ദൈവത്തിന്റെ ആത്മാവിൽ നുറയപ്പെട്ട ദൈവഹിതപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ മകനെ, നീയാണ് ദൈവഹിതപ്രകാരമുള്ള വൈദ്യുതി. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ, ഭാഗം വായിച്ചാട്ടെ. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായി. ശ്രദ്ധിക്കണം. മോശ മുതൽ അബ്രഹാം മുതൽ യോഹന്നാൻ സ്നാപകം വരെ നമ്മൾ നോക്കിയാൽ അവരിലെല്ലാം സംഭവിച്ചത് ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് കടമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണ് പലതും. അവരിൽ നിലനിന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ എന്ന പദവി ഇവർക്ക് ആർക്കും ഇല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനായി യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞാൽ, യോഹന്നാൻ നമ്മൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഏറ്റവും ഈ എളിയവർ എന്ന് പറയുമ്പോൾ എളിയവരെ കുറിച്ച് പറഞ്ഞാൽ അവിടെ പറയുന്നു അത് യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞത്. അതായത് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അഭിഷേകത്തിന്റെ നിറവിൽ പുത്രനാകുന്ന കർത്താവിനെ ആരാധിക്കുന്ന ഏതൊരു ദൈവ വൈദ്യലും, ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഏതൊരു ദൈവ വൈദ്യലും സ്വർഗത്തിൽ വലിയവരായിരിക്കുവാൻ സ്വർഗം ഇടയാക്കിയതാണ്. അത്ര വലിയ ഒരു പദ്ധതിയാണ് സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേലിനെ എത്ര ചെകഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. അത് നിലനിൽക്കുന്ന ജീവിപ്പിക്കുന്ന ഒരു പ്രമാണമല്ല അവർക്ക് ലഭിച്ചിരുന്നത്. ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം ലഭിക്കുന്നത് പെന്തക്കോസ്ത് നാൾ മുതലാണ്. മനസ്സിലാക്കണം. എന്നാൽ ന്യായപ്രമാണ സംബന്ധമായി ജീവിച്ചിരുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവോ? അബ്രഹാമിന്റെ മടിയിലേക്ക് പോയ സ്തോത്രം ധനവാനും ലാസറും, അല്ലെ, ലാസർ സ്തോത്രം അവിടെ അബ്രഹാമിന്റെ മടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ലേ. അപ്പൊ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും തമ്മിൽ അവിടെ വ്യത്യാസം വരികയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, എത്ര മഹത്വമുള്ള പദവിയാണ് ദൈവസഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു തരുന്നത്. എന്താണ് നമ്മളിൽ സംഭവിച്ചത്? നമുക്കൊന്ന് വായിക്കാം, തുറന്നു വായിച്ചാട്ടെ. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു. ശ്രദ്ധിക്കണം. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് അതായത് യേശു ക്രിസ്തുവിന്റെ വരവോളം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സകലരും നീതീകരിക്കപ്പെടണം. അതുവരെയും വാഗ്ദത്തം അടച്ചു വെച്ചു. എന്താണ് വാഗ്ദത്തം? ഞാൻ ആദ്യം പറഞ്ഞു, വീടും കാറും അമേരിക്കയിലെ PR ഒന്നും അല്ല വാഗ്ദത്തം എന്ന് പറയുന്നത്. വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിച്ചവർ ദൈവത്തിന്റെ മക്കളെന്ന് എണ്ണപ്പെടുകയാണ്. ക്രിസ്തുവിനോട് കൂടെയാണ് അവർക്ക് കൂട്ടവകാശം ലഭിക്കുന്നത്. അതാണ് വാഗ്ദത്തം. അല്ലാതെ പിന്നെ പുത്രനോടുകൂടെ നീ നിൽക്കുന്നെങ്കിൽ അതല്ലേ വാഗ്ദത്തം. പുത്രന് അനുരൂപമായി നീ തേജസ്കരിക്കപ്പെടുന്നെങ്കിൽ അതല്ലേ വാഗ്ദത്തം. അവന്റെ ഭവനത്തിൽ നിനക്കൊരിടമുണ്ടെങ്കിൽ അതല്ലേ വാഗ്ദത്തം. അരുളി ചെയ്തവന്റെ നിലവാരം അനുസരിച്ചുള്ള വാഗ്ദത്തത്തെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. അരുളി ചെയ്തവൻ ലൗകികനല്ല, അവൻ സ്വർഗീയനാണ്. സ്വർഗീയനായവൻ അവന്റെ ഭവനത്തിൽ, അവന്റെ വാസസ്ഥലത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുമെന്ന് പറയണമെന്നില്ല. അതാണ് വാഗ്ദത്തം.
അവനോടുകൂടെ ഇരിക്കുന്നതാണ് വാഗ്ദത്തം. എന്നാൽ മറ്റൊരാത്മാവുണ്ട്, അത് ഇവിടെ ഉള്ളതെല്ലാം കൊടുക്കും. വീടും വണ്ടിയും അതും ഇതും എല്ലാ പദവികളും പണമെല്ലാം കൊടുത്തിട്ട് പറയും ഇതാണ് അനുഗ്രഹം. കാര്യം ഇവൻ അങ്ങോട്ട് പോകരുത്. അത് മറ്റൊരാത്മാവിന്റെ അജണ്ടയാണ്. അതുകൊണ്ട് ഒത്തിരി സഭകൾ ഇന്ന് മറ്റൊരാത്മാവിന്റെ പിടിക്കകത്ത് കിടക്കുകയാണ്. അവർക്ക് അതേ പ്രസംഗിക്കാൻ കഴിയുന്നുള്ളൂ. അവരെ ആ ആത്മാവിൽ അവരെ അഭിഷേകം ചെയ്യുന്നു, ആ ആത്മാവിൽ അവരെ ബലപ്പെടുത്തുന്നു, ഉത്സാഹിപ്പിക്കുന്നു. അവരെ കാഹളം കേൾക്കാതെ വണ്ണം എല്ലാ വിധത്തിലും ഈ ലോകം കൊണ്ട് അവർ അവസാനിപ്പിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞ് നിൽക്കണം. വായിച്ചേ, തുറന്ന് വായിച്ചേ. വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്. അതായത് ഒരു കാര്യം പറയാം, ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്ന നിന്റെ ഹൃദയത്തിലെ വിശ്വാസം നീ കർത്താവിനെ കാണുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും മുമ്പ് നിന്നിലില്ലായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ വിശ്വാസത്തിന്റെ വചനം നിന്നിൽ വെളിപ്പെട്ടു വരുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ പ്രാർത്ഥനയിലും ആരാധനയിലും ആത്മീക ശുശ്രൂഷയിലും വെളിപ്പെട്ടു വരുന്ന വിശ്വാസത്തിന്റെ വചനങ്ങൾ അതുവരെ നിന്നിൽ ഇല്ലായിരുന്നു. ഇത് പുതിയതാണിത്, ഇത് പുതിയൊരു നിയമമാണിത്. ആ പുതിയ നിയമത്തിന്റെ പദ്ധതിക്കകത്തേക്കാണ് സ്വർഗം നിന്നെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പില്ലായിരുന്നു, ഇത് പണ്ടില്ലായിരുന്നു. അപ്പോൾ വാഗ്ദത്തം യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ അത് റിവീൽ ചെയ്യപ്പെട്ടു. ദൈവപുത്രന്റെ ശരീരയാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ സ്തോത്രം ക്രൂശ് മരണത്തോട് ഏകീഭവിക്കുവാൻ വെള്ളത്തിൽ സ്നാനമേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ചേരുമ്പോൾ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച വാഗ്ദത്തം, അനാദി നിർണമായി നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യ വാഗ്ദത്തം നിന്റെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിലെ പിതാവ് പകരുവാൻ ഇടയായി തീരും. അതാണ് വാഗ്ദത്തം, അല്ലാതെ ഏതാണ് വാഗ്ദത്തം? ആമേൻ. വായിച്ചേ. വായിച്ചേ. സൂക്ഷിച്ചിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, അതുവരെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ, യേശു ക്രിസ്തുവിൽ അതുവരെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് പരിച്ഛേദനയിൽ വിശ്വസിച്ചിരുന്നവരുണ്ട്, അബ്രഹാമിൽ വിശ്വസിച്ചിരുന്നവരുണ്ട്, മോശയിൽ വിശ്വസിച്ചിരുന്നവരുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വസിച്ചിരുന്നവരുണ്ട്. ആ വിശ്വാസങ്ങൾ നിന്റെ ശരീരത്തിന്റെ രൂപാന്തരത്തിന് കാരണമാവത്തില്ല. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. മനസ്സിലാവുന്നു? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സുവിശേഷം എന്ന് പറയുന്നത് അതിന്റെ വിശാലത വളരെ വലിയതാണ്. അതിന്റെ ആഴം വളരെ ആഴമുള്ളതാണ്. ഉയരവും വീതിയും നീളവും അതിന്റെ എക്സ്പാൻഷൻ വളരെ വലുതാണ്. അത് ആത്മാവിലെ നമുക്കതിന്റെ കോണുകളിലേക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൽ എത്തുവാൻ കഴിയും. അവന്റെ ഉയർച്ചകൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് എത്തുവാൻ കഴിയും. അത് അനുഭവിക്കുവാനാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്ത് ഇറക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഓർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാര്യം, ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ജയിച്ചവൻ ഒത്തിരി കഷ്ടം ഈ ലോകത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അവനിൽ ആശ്രയിക്കുന്നവർ ഈ ലോക സുഖമല്ല, ദുഃഖവും പ്രയാസവും കണ്ണുനീരും വരുത്തും. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. വായിച്ചേ. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അതായത് ശിശുപാലകനായിട്ടേ ഭവിച്ചത്. ഹല്ലേലൂയ. ഇന്നും പല പൗരോഹിത്യ സഭകള് എടുത്തു വെച്ചിട്ട് 10 കൽപ്പന എത്ര എണ്ണം ഉണ്ട്? അത് ഒന്നാമത്തെ ഏതാ, 9ാമത്തെ ഏതാ, 5ാമത്തെ ഏതാ, 2ാമത്തെ ഏതാ? ഇത് മുട്ടിന് വിട്ട് ചോദിക്കുന്നുണ്ട്. എല്ലാം ചോദിക്കുകയും ഇതെല്ലാം കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ മക്കളില് പിന്നീട് അവന് കൺഫർമേഷനും കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ കാണുന്നില്ല. അവൻ കഞ്ചാവിന്റെയും ബ്ലൂ ഫിലിമിന്റെ എല്ലാം പുറകെ നടക്കുക. കൊച്ച് എന്നാ കാരണം? അവർക്ക് വിട്ടുപോയി. കാര്യം, ജീവിപ്പിക്കുന്ന ഒരു പ്രമാണമല്ല മച്ചാന്മാര് കൊടുത്തത്. മനസ്സിലായോ? നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. നിന്റെ പാപ മനുഷ്യനെ ക്രിസ്തുയേശുവിലൂടെ ക്രൂശിച്ചെങ്കിൽ മാത്രമാണ് നിന്നിൽ ദൈവത്തിന്റെ കൃപ വർദ്ധിക്കത്തുള്ളൂ.
മനസ്സിലാകുന്നുണ്ടോ? വെറുതെ ഒന്നും പോകത്തില്ല. വലിയ മുഴുത്ത സംഘടനയെ പോയി നിന്നാലൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. അതിന് ദൈവം നിന്നോട് പറയുന്ന കൽപ്പനകൾ അനുസരിച്ചാലേ മതിയാവുള്ളൂ. കുറെ പേര് ജീവിക്കുന്നതിലും വലുതായിട്ട് ചാകുന്നതിനെ കുറിച്ചാണ് ചിലരുടെ പേടി. ആയുസ് 50, 60, 70, 80 വയസ്സ് ഭൂമിയിൽ ജീവിച്ച് കർത്താവിന് നല്ല സാക്ഷിയായിട്ട് ജീവിക്കേണ്ടവൻ മരിക്കുന്ന ദിവസം എന്നെ അടക്കാൻ പെട്ടിയിൽ അടക്കിക്കൊണ്ടുവന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ അടക്കമുണ്ടാകണം. നീ എന്തിനാടാ ജീവിക്കുന്നത്? ആ പെട്ടി കയറുന്നതിന് മുമ്പ് നീ പോകുന്ന ഒരു രാജ്യമുണ്ട്. അതേക്കുറിച്ച് വല്ല പിടിയുണ്ടോ? ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവ് വിട്ടു കഴിഞ്ഞാൽ അവിടെ എവിടെ ചെല്ലുമെന്ന് വല്ല പിടിയുണ്ടോ? അത് പിടിയില്ല. അതാണ് പലരുടെ അവസ്ഥ. പലർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എടുത്ത വിഷയങ്ങൾ വളരെ ആപ്റ്റ് ആയിട്ടുള്ള വിഷയമാണ്. എന്നാൽ പരിശുദ്ധാത്മാവാണ് വാഗ്ദത്തം. പരിശുദ്ധാത്മാവിന് അയക്കപ്പെട്ട സ്വർഗത്തിന്റെ വാഗ്ദത്തം അത് ചിലരിൽ മേൽ വന്ന് അവരുടെ ഹൃദയത്തിൽ വസിച്ച് അവർ ദൈവ മക്കൾ എന്ന പദവിക്ക് അർഹരായി തീരണം. എന്നാൽ ഈ ന്യായപ്രമാണം അഭിഷേകം പ്രാപിക്കുന്ന ഈ ന്യായപ്രമാണം യേശുക്രിസ്തുവിലേക്കാണ് എത്തിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ ശരീരയാഗത്തിൽ നീ പങ്കാളിയാണെങ്കിൽ മാത്രമേ വാഗ്ദത്തം നിന്നിൽ വരത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വാഗ്ദത്തം നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ന്യായപ്രമാണം എങ്ങോട്ട് പരതിയാലും അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിനെ ഒഴിവാക്കി നിർത്തി ന്യായപ്രമാണമോ പഴയ നിയമമോ എത്ര കണ്ട് വായിച്ചാലും നിന്റെ ഹൃദയത്തിന് മീതെ ഒരു വീട് കിടക്കുന്ന ഒരു മൂടുപടമേ ഉള്ളൂ. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച്, കർത്താവിന്റെ കൽപ്പന ഉപേക്ഷിച്ച്, പരിശുദ്ധാത്മാവിന്റെ പദ്ധതികളെ ഉപേക്ഷിച്ച് നീ എവിടെ തിരിഞ്ഞാലും നിന്റെ വിശ്വാസത്തിന്റെ ദൃഷ്ടികൾക്ക് മീതെ വീട് കിടക്കുന്ന ഒരു മൂടുപടമുണ്ട് കേട്ടോ. അതിനെ മാറണമെന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. കുറെ പേർക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ഒന്നും ഗ്രഹിക്കണ്ട. അവര് മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെന്നാ പറയും, ഇവരെന്നാ പറയും, എന്നെ കുറിച്ച് എന്നാ ചിന്തിക്കും, നിന്നെ കുറിച്ച് എന്ത് ചിന്തിക്കാനാ? നീ നരകത്തിൽ നിത്യമായ ഗന്ധം തീപ്പൊഴി കിടക്കുമ്പോൾ നിന്നെ കുറിച്ച് എത്ര പേരാന്നറിയോ ചിന്തിക്കുന്നത്? എല്ലാവർക്കും അവരുടേതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ചിന്തിക്കാനുണ്ട്. ഈ ബോധമില്ലാതെ കുറെ പേര് കർത്താവിന്റെ ക്രൂശിന്റെ പുറകെ വന്ന് ഭയങ്കര നിലവിളിയും മാറത്തടിയും കണ്ടപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട കേട്ടോ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഇത് ചിലര് തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങളെ മറ്റുള്ളവർ എന്നാ പറയുന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും കരയണ്ട. നീ നിന്റെ ആത്മാവിനെ ഓർത്ത് കരഞ്ഞാൽ മതി. കരങ്ങൾ തീർത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നീ നിന്റെ ആത്മാവിനെ ഓർത്ത് കരഞ്ഞാൽ മതി. നിനക്ക് ഏതിനെ കുറിച്ചൊക്കെയാ നിന്റെ എണ്ണം? ലോകത്തുള്ള സകല കാര്യത്തെ കുറിച്ച് നിന്റെ വേദന നിന്റെ തലയിൽ കൂടെ പോകുന്നു, ഒന്നുമല്ല. നീ നിന്റെ ആത്മാവിനെ ഓർത്ത് കരഞ്ഞോ? ഇന്ന് നിന്റെ അവസാനമാണെങ്കിൽ, ഇന്ന് നിന്റെ മരണമാണെങ്കിൽ, എത്രയോ പേര് പത്രം വേണ്ട, ഫോൺ എടുത്താലും പത്രം എടുത്താലും ഏത് ഡിവൈസ് എടുത്താലും ന്യൂസ് തുറന്നാലും മരിച്ചുപോയവരുടെ ലിസ്റ്റ് ഇങ്ങനെ പല വിധത്തിലാണ് മനുഷ്യർ ഭരിക്കുന്നത്, അല്ലേ? ടെക്നോളജി വർദ്ധിച്ചപ്പോൾ മനുഷ്യർ ചാകാനുള്ള വഴികളും കുറെ തെളിഞ്ഞു വന്നു. ചുമ്മാ എവിടെയെങ്കിലും നിന്നാൽ മതി, തീരെ വേറെ വഴിയൊന്നും വേണ്ട, അങ്ങനെ ആയി തീർന്നുകൊണ്ടിരിക്കുക. അത്ര ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് ലോകം ഇന്ന് എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിലും അങ്ങനെ നിന്റെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ വില മുഴുലോകത്തെക്കാളും വിലയുള്ളതാണ്. അതിനെ നീ നഷ്ടമാക്കിയാൽ അതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ഇന്ന് അനേകരും പല സംഘടന, പല പ്രസ്ഥാനങ്ങളുടെ എല്ലാം പുറകെ ഇങ്ങനെ ഇൻക്ലാബ് വിളിച്ച് നടക്കുക. അവൻ അറിയുന്നില്ല അവന്റെ അകത്തൊരു ആത്മാവുണ്ട്. 70, 80 വയസ്സ് കഴിയുമ്പോൾ മൂക്കിലെ ജീവശ്വാസം വിട്ട് കഴിയുമ്പോൾ നിന്റെ പുറകയിൽ മുമ്പിൽ കൊടി പിടിക്കാനും തോരണം കെട്ടാനും അല്ല ബാനർ പിടിക്കാനും ഒരുത്തരും വരുന്നില്ല. ആ തിരിച്ചറിവ് വേണം ഒരു ദൈവ പൈതല് ദൈവ കൃപയിൽ ഇരുന്ന് മുന്നേറുവാനായിട്ട്. ആമേൻ. അടുത്ത ഭാഗം വായിച്ചാട്ടെ. വിശ്വാസം വന്ന ശേഷമോ. അപ്പൊ ശ്രദ്ധിക്കണം, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ യേശുവിൽ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ 2010 മെയ് 22 ഞാൻ ക്രിസ്തുവിനോട് കൂടെ സ്നാനമേറ്റത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. അപ്പൊ അതിനു മുമ്പ് അറിയപ്പെടുന്ന വലിയൊരു പാരമ്പര്യ സഭയ്ക്കകത്ത് നിന്നിരുന്നു. അന്ന് നീ യേശുവിൽ വിശ്വസിച്ചില്ലേ? വിശ്വസിച്ചില്ലെന്ന്. കാര്യം പരിശുദ്ധാത്മാവ് വരാതെ എങ്ങനെയാ ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. നീ ബലഹീനനല്ലേ? അതിനു പകരം പഴയ ഒരു പാരമ്പര്യ സംഘടന, സമുദായ അല്ലെങ്കിൽ പറയട്ടെ ഒരു പൗരോഹിത്യ സംഘടന, ഒരു സഭ
അതിൽ നിന്നോണ്ടിരുന്നപ്പോ എന്താ പിന്നെ നടന്നത്? അതിൻ്റെ അകത്ത് കൊയറിലും യൂത്ത് മൂവ്മെന്റിലും പിന്നെ എന്നാ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്നാ നടന്നുകൊണ്ടിരുന്നത്? അവിടെ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം തലങ്ങും വിലങ്ങും വായിക്കും, അതിൻ്റെ അകത്തെ കുറെ കഥകൾ വായിച്ച് കേൾപ്പിക്കും, പുസ്തകത്തിലുള്ള കുറെ പാട്ടുകൾ ഇങ്ങനെ നിർത്താതെ തന്നെയും പിന്നെയും 100-300 പാട്ടുണ്ട്, അതിങ്ങനെ 100-600 പാട്ടുകളുണ്ട്, അതിങ്ങനെ തന്നെയും പിന്നെയും പാടിക്കൊണ്ടിരിക്കും. വേറെന്നാ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഒരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ സംസാരിക്കാൻ നേരത്ത് ചിലരൊക്കെ ഇങ്ങനെ പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എന്ന്. കയ്യിൽ വെച്ചാ മതി, കയ്യില് വെച്ചാ മതി. നീ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നുണ്ട്, നിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നീ കർത്താവായ യേശുക്രിസ്തുவோട് ചേരുവ സ്നാനമേൽക്കുക. പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീ സ്നാനമേൽക്കുക. അങ്ങനെയെങ്കിൽ നിന്റെ സ്നാനം കറക്റ്റ് ആണെങ്കിൽ പരിശുദ്ധാത്മാവിന് ദൈവം പകരും. ഇന്ന് അനേകർ സ്നാനപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുന്നില്ല. കാരണം എന്നാ? നീ എന്ത് കേട്ടിട്ടാ സ്നാനപ്പെട്ടെ? നീ UK കൊണ്ടുപോകുന്നോ, USA കൊണ്ടുപോകുന്നോ, മക്കള് രക്ഷപ്പെടുന്നോ, അതേ ബന്ധന വഴിയുന്നോ? നീ എന്ത് കേട്ടിട്ടാ സ്നാനപ്പെട്ടത്? നീ എന്ത് കേട്ടിട്ടാ സ്നാനപ്പെട്ട? നീ അതിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വരാത്തത്. നിന്റെ വിശ്വാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ അഭിഷേകം നിന്നിലേക്ക് പകരുവാൻ കഴിയാതെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ വിശ്വാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തത്. പലരും പലതാ വിശ്വസിച്ച് വെച്ചിരിക്കും. ചിലർ പെന്തക്കോസ്തിൽ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കീഴിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ട് നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു വിവാഹം നടക്കും, പറ്റുമെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോകാൻ സെറ്റിലാകാം. അതാണ് ചിലരുടെ വിശ്വാസം. അതല്ല ദൈവവചനം പറയുന്ന വിശ്വാസം. ചിലർക്ക് യേശു ക്രിസ്തുവിന്റെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രോപ്പറായിട്ട് പറയുവാൻ അറിയത്തില്ല. കാര്യം പരിശുദ്ധാത്മാവില്ലാതെ നീ എങ്ങനെ പറയും? പരിശുദ്ധാത്മാവില്ലാതെ നീ എങ്ങനെ തിരിച്ചറിയും? കാര്യം നിനക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതിന് വെളിപ്പെടുത്തേണ്ടതിനാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് വരെയും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പകരുന്നത് വരെയും നമ്മൾ ശിശുപാലകന്റെ കീഴിലായിരുന്നു. അത് ന്യായപ്രമാണമായിരുന്നു. അത് നമ്മെ ക്രിസ്തുവിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, രക്ഷാനുഭവം ഇല്ലാതെ രക്ഷയുടെ അനുഭവം പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാതെ വീണ്ടും പഴയ നിയമം കുത്തിയിരുന്ന് വായിക്കുന്നവനൊക്കെ ശ്രദ്ധിച്ചോളം കേട്ടോ. നീ നല്ലൊരു പ്രസംഗം ഉണ്ടാക്കൂ, പക്ഷെ അനന്തരപരം നീ നരകത്തിലായിരിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല എന്ന് പറഞ്ഞ എന്നാ മനസ്സിലായി? നമ്മൾ ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് തെളിവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകി. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ആരാണ്, നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് നാം ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആത്മാവിൽ വളർച്ച വരികയുള്ളൂ. ആ വളർച്ച എത്താതെ വീണ്ടും ന്യായപ്രമാണത്തിന്റെ കീഴിൽ ശ്രദ്ധ ചെലുത്തുന്ന ചിലരോടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ ഈ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ വീണ്ടും ശിശുപാലകന്റെ കീഴിലേക്ക് പോകരുത്. വീണ്ടും നിങ്ങൾ ശിശുക്കളായിരിക്കരുത്. നിങ്ങൾ സകലത്തിലും യജമാനനായിരിക്കുന്നെങ്കിലും നിങ്ങൾ ശിശുവായിരിക്കുന്നിടത്ത് നിങ്ങൾ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ലെന്ന് പറയുന്നതിന് കാരണം മനസ്സിലാക്കണം. ക്രിസ്തുവിലുള്ള രക്ഷയുടെ മഹത്വം എന്തെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ കർത്താവ് തരും. നീ നേരെയാകണമെന്നേ ഉള്ളൂ. നീ നേരെയാകാത്തോണ്ടാണ് കിട്ടാത്തത്. നീ ശരിയായ നിലവാരത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തു വിശ്വസിച്ച് സ്നാനമേറ്റതെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകും. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ കോടീശ്വരനാകാനല്ല. ഈ കഴിഞ്ഞ തവണയല്ലേ ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടിക പുറത്തു വന്നു. ആ പട്ടികയ്ക്കകത്ത് 100 പേരുടെ ഇടയിൽ ഒരു പെന്തക്കോസ്തുകാരനില്ല. പിന്നെ എന്നതായി കേട്ടത്? വിശ്വസിച്ചേ, പ്രാപിച്ചേ, നീ ഒന്ന് കണ്ടേ. ഈ പിശാച് പിടിച്ചവന്മാരെല്ലാം സമ്പന്നന്മാരായി, വേറൊന്നും ഉണ്ടായില്ല. ഈ ഇല്ലാത്ത പൈസയെല്ലാം കൊണ്ടൊന്ന് അവന്റെ കാഴ്ച പെട്ടിക്കത്ത് കൊണ്ടിട്ട് അവൻ അതുകൊണ്ട് പോയി. നിനക്കെന്നാ പറ്റി? നീന്റെ ഹൃദയം മുഴുവനും മാനസാന്തരമില്ലാതെ ഹൃദയം നിറച്ച് ദ്രവ്യാഗ്രഹവും സൂത്രവും ശാഠ്യവും മത്സരവും ഒക്കെ ആയിട്ടിരുന്നപ്പോ ചെവിയിലേക്ക് കേൾക്ക, ഇന്ന് നിന്നെ പൊക്കാൻ ഉയർത്താൻ പോകുന്നത്. ഇതുവരെ ലോൺ അടയ്ക്കാൻ കൈ കാശില്ല, ഇതുവരെ നേരെ ജീവിക്കാനുള്ള സാഹചര്യമില്ലെന്ന് ഓർക്കണം. നീ കേട്ടോണ്ടിരിക്കുന്നത് എന്താ?
ഈ ലോകം നിനക്ക് കഷ്ടമായിരുന്നാലും മകനെ മകളെ നിത്യത ഉറപ്പാക്കിക്കോണം കേട്ടോ. ആളുകൾ നിത്യത ഉറപ്പാക്കിക്കോണം. ഇവിടെ പലതും ലഭിച്ചില്ലെന്ന് വന്നേക്കാം. അത് ഈ രക്ഷയുടെ സത്യം ഗ്രഹിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പലതും ലഭിച്ചില്ലെന്ന് വന്നേക്കാം, ചിലത് നമുക്ക് കൈവശം വന്നെന്ന് വന്നേക്കാം. പക്ഷെ നിത്യത നഷ്ടമാക്കരുത്. ദൈവം തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയനുസരിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർച്ച പ്രാപിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം കേട്ടോ. ഇന്ന് പിശാച് അനേക കുടുംബങ്ങളിൽ പറയുന്നത് എന്താണെന്നറിയാവോ? നീ ദൈവഭാഗത്തേക്ക് പോകല്ലേ, അങ്ങോട്ടെങ്കിലും തിരിയല്ലേ, അങ്ങനെ എങ്ങാനും പോയി കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ പുറകെ പോകും, ദൈവ പദ്ധതിക്കനുസരിച്ച് പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് ഗുണപ്പെടത്തില്ലെന്ന് ഇത് അനേക പേരൻസിന്റെ പ്രശ്നം. ഞങ്ങൾക്ക് ഗുണപ്പെടുന്നില്ല, ഞങ്ങൾക്ക് നിന്നെ എന്താ പച്ചക്ക് വേണം, ഞങ്ങൾക്ക് ഉതകുന്നില്ല അല്ലേ, ഞങ്ങൾക്ക് നിന്റെ പഠനം കൊണ്ടൊന്നും ഉതകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാം. മകനെ, നമ്മെ ഈ ലോകത്ത് ജീവിക്കാൻ വിളിച്ചതല്ല കർത്താവ്. ഇവിടെ നമുക്ക് കർത്താവിന്റെ ശരീരത്തിൽ സ്വന്തം ഹാളിൽ അവശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പൂർത്തീകരിക്കേണ്ടതിന് നമ്മളെ മരിക്കുവാൻ വിളിച്ചവനാണ് ദൈവം. ആളെ ലോകത്തിൽ തകർന്ന് സ്വന്തം കർത്താവിന്റെ രക്തത്തോടുകൂടെ നമ്മുടെ രക്തം ഊറ്റി അവന്റെ രാജ്യത്തിൽ പോകാൻ നോക്കണം. അവിടെ ബലവാന്മാരുടെ രാജ്യത്തിൽ, ശക്തന്മാരുടെ രാജ്യത്തിലാണ് കയറി ചെല്ലേണ്ടത്. ഭീരുക്കൾ ആളെ അപ്പനെ അമ്മയും പേടിച്ച്, ഭാര്യയും നാട്ടുകാരെയും പേടിച്ച്, കൂട്ടുകാരെ പാടിച്ച്, വീട്ടുകാരെ പേടിച്ച്, സഭ പേടിച്ച്, പ്രസ്ഥാനം പേടിച്ച്, ആളെ സംഘടന പേടിച്ച്, ജോലി പേടിച്ച്, ഭീരുവേ നീ പോകത്തില്ല. വായിച്ചേ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാവുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ. അതിന്റെ 26 വായുന്നൂടെ നോക്കിയ ക്രിസ്തുവിലെ വിശ്വാസം നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഞാനേ ഈ ഒരു CSI സമുദായത്തിൽ നിന്ന് വന്നതല്ലേ. അവിടുന്ന് വന്നപ്പോ എല്ലാരോടും സുവിശേഷം പറയുന്ന എല്ലാരും പറഞ്ഞു ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്, ഞങ്ങൾ യേശുവില വിശ്വസിക്കുന്നു. ഇത് പറയുന്ന അടുത്ത് മന്ത്രവാദിയെ കാണാൻ പോകുന്നു, നേർച്ചയിടാൻ പോകുന്നവളൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞു. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ഭയങ്കര കാര്യമായി പോയി. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് അവിടെ മനസ്സിലാക്കണം. ആ വാക്യത്തിന് അടുത്ത വാക്യം എന്നാ പറയുന്നത്? ആ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ചില അച്ഛന്മാരുണ്ട്, പുരോഹിതന്മാരും മഹാകള്ളന്മാരും. അവന്മാര് പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? യേശുവിൽ വിശ്വസിച്ചാൽ മതി. അത് കൂടുതൽ എന്നാ പറയുന്നത്? എടാ ഈ എവിടുന്ന് അവന്റെ സെമിനാരിയുടെ പഠനം അത് വലിച്ചു കയറി അടുപ്പത്തിട്, അടുത്ത വല്ല ആറ്റിലും പോയി ചാട്. അങ്ങനെ കുഴപ്പമില്ല, നന്നായിട്ട് ജീവിച്ചാ മതി. ഇങ്ങനെയുള്ള കപട നാണയങ്ങൾ ഒത്തിരി ഉണ്ട്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനം പറഞ്ഞ് ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ നമ്മൾ മക്കളായി, യേശുവിൽ വിശ്വസിക്കണം, ഞാൻ മക്കളായി. ഇങ്ങനെ പറഞ്ഞു വിടുന്ന കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം അംഗീകരിക്കാൻ മനസ്സില്ലാതെ സത്യത്തെ മൂടി വെച്ച് സമ്പാദിക്കുകയും അവരുടെ വഴിയിൽ നടക്കും. നിന്റെ സമ്പാദ്യമെല്ലാം കറ പിടിച്ചു പോകും. ആളെ നീ ഒരുക്കി വെച്ചതെല്ലാം അന്യനായി തീരും. അങ്ങനെ ഒരു നാൾ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ന്യായവിധിയിലേക്ക് വരുമ്പോഴാണ് നീ ആർക്ക് വേണ്ടിയാ ഇത്ര നാൾ വെള്ളം കോരിയത്, നീ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, നീ ആരെയാണ് സൂക്ഷിച്ചത്, ഇതൊക്കെ ന്യായവിധിയിലേക്ക് വരുന്നൊരു ദിവസമുണ്ട്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. ക്രിസ്തുയേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. ആ നിങ്ങൾ എന്ന് പറയുന്നത് ആരെയാണെന്നറിയാവോ? ആരെയാണ് നിങ്ങളെന്ന് പറയുന്ന? അവരാണ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായവരെ കുറിച്ചാണ് നിങ്ങൾ എന്ന് പറയുന്നത്. മക്കളെ കുറിച്ച് പറയുക, നിങ്ങളെ കുറിച്ച് പറയുക, മക്കളായവരെ കുറിച്ച് പറയുകയാണ്. അടുത്ത വാക്യത്തിൽ പറയാണ് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ് ദൈവത്തിന്റെ മക്കൾ. എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ക്രിസ്തു വെളിപ്പെടുന്ന മുമ്പ് വരെ ന്യായപ്രമാണമുള്ളൂ. വിശ്വാസം വരുന്നതിന് മുമ്പ് ശിശുപാലകനായിരുന്ന ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ മാത്രം ഉപകരിച്ച ഒന്നായിരുന്നു. യേശു ക്രിസ്തു തന്റെ ശരീരയാഗത്തോടുകൂടെ, ക്രൂശ് മരണത്തോടുകൂടെ പാപത്തിന് പരിഹാരം വന്നപ്പോൾ സകലതും തന്റെ ശരീരത്തിൽ നിവർത്തിച്ചു. ഇനി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവന്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിലൂടെ ചേരുവാൻ സ്നാനമേൽക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 2,
അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരുത്തനെ ധരിച്ചിരുന്നു. ആരാ? പിശാചിനെ, സാത്താന്റെ നമ്മൾ ധരിച്ചിരുന്നു. ആ സാത്താന്റെ പ്രവർത്തികളെ നമ്മൾ ധരിച്ചിരുന്ന നമ്മളത് ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരുവൻ അളവിയസ്വത്വം അവൻ യേശു ക്രിസ്തുവിനോട് കൂടെ സ്നാനമേറ്റെങ്കിൽ മാത്രമാ ക്രിസ്തുവിനെ ധരിക്കുന്നുള്ളൂ. അതുവരെ നീ പിശാചിനെ ധരിച്ചിരിക്കുക, പാപത്തെ ധരിച്ചിരിക്കുക. അതിനെ നീ അടിച്ചു കളഞ്ഞേ മതിയാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നീ ആരെ ധരിച്ചോണ്ടായിരിക്കും? രക്ഷിക്കപ്പെടാത്തവൻ, സ്നാനപ്പെടാത്തവൻ എല്ലാം സാത്താനെ ധരിച്ചിരിക്കുകയാണ്. അതെ, കാരണം അവർ പാപം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലേ? വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, തീരുമാനങ്ങളിൽ പാപം നിറഞ്ഞിരിക്കുകയാണ്. കാരണം സാത്താനെ ധരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനമായി പറയുന്നല്ലേ, വായിച്ചേ. ക്രിസ്തുവിനെ ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നുമില്ല, ആണും പെണ്ണും എന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡൈവേർഷൻസ് എല്ലാം സ്നാനത്തോടുകൂടെ മാറുകയാണ്. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ആണല്ലാതെയോ പെണ്ണ് പെണ്ണല്ലാതെയോ ഒന്നും ഇരിക്കുന്നല്ല അതിനർത്ഥം ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ വേർതിരിവില്ലാത്ത ഒരു ശരീരം നമ്മൾ എല്ലാവരും പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ മമ്മി ഇരിപ്പുണ്ട്. മമ്മി ഇനി തേജസ്കരിക്കപ്പെട്ട് വരുമ്പോൾ ഇങ്ങനെ മമ്മി ആയിട്ടല്ലേ അല്ലേ പറയുന്നത്, അല്ലേ? എന്താ പറയുന്നത്? നമ്മൾ ദൂതതുല്യരാകും. ഹല്ലേലൂയ. ശക്തമായി ആത്മാവിൽ ആരാധിക്കുന്ന സഹോദരിമാർ സഭയ്ക്കകത്തിരിക്കുമ്പോൾ സഭായോഗം കൂടാതെ വല്ലപ്പോഴും തല കാണിക്കുന്ന സഹോദരന്മാർ ഇങ്ങനെ ഞാൻ പുരുഷനല്ലേ. എടാ, നിന്റെ ഈ ഒന്നിനും കൊള്ളിൽ എന്ന് പറഞ്ഞ സഹോദരി രൂപാന്തരപ്പെട്ട് ദൂതതുല്യരായിട്ടിരിക്കും. നീ വല്ലപ്പോഴും തല കാണിക്കുന്ന ഞാൻ അങ്ങനെ എപ്പോഴും വരാൻ പാടുണ്ടോ? ഈ പലയിടത്തും ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, ഈ വല്ലാത്ത പുരുഷാധിപത്യം പലയിടത്തും ഉണ്ട്. വല്ലാത്ത സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ ക്രിസ്തു. എടാ, ക്രിസ്തുവിലില്ലാത്ത ആധിപത്യം പുരുഷനെടുക്കണം. പക്ഷേ വേറെ ചിലടത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. സ്ത്രീ കയറി തലേ കയറുന്ന ഇടമുണ്ട്. അവിടെ പിന്നെ 2 ചവിട്ട് കൊടുക്കാൻ വേണ്ടി പുരുഷൻ കൃപയോടുകൂടെ നിന്നേ പറ്റുള്ളൂ. അത് വേറൊരു വിഷയം, അല്ലേ? പക്ഷെ ചിലര് ഇപ്പോഴും ശിശുവായിട്ടിരിക്കുക. സഹോദരിമാര് പുരുഷത്വം പ്രാപിച്ചാലും ചില സഹോദരന്മാർ ഇന്ന് ഈ ശിശുവായിട്ടിരിക്കുകയാണ്. അതൊരു പ്രശ്നമാണ്. മനസ്സിലാകുന്നുണ്ടോ? സഹോദരിമാര് ബലപ്പെട്ട ആത്മാവിൽ മർമ്മങ്ങളെല്ലാം ഗ്രഹിച്ചു വരിക. അവർ ഇവളെ കൊണ്ട് എന്നാത്തിനുള്ളൂ. ഇനി ഇവർ രൂപാന്തരപ്പെടുമ്പോ അവിടെ ആണ് പെണ്ണില്ല, ദൂത തുല്യരായി തീരുക ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നീട്ടിയ മുടിയും അലലിയാസത്തെ സാരിയും ചുറ്റി രൂപാന്തരപ്പെടുന്നല്ലേ. ചിലരുടെ തലച്ചോറിന്റെ തറക്കെ കയറി വരുന്നേ. അങ്ങനെയല്ല. അവർ ദൂത തുല്യരായി തീരും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്നറിയാം, സഭായോഗത്തിൽ കുറെ സഹോദരന്മാര് വന്നില്ലേ, സ്വർഗരാജ്യം വേക്കന്റ് ആയിട്ട് കിടക്കുന്നു. അപ്പൊ ഈ സഹോദരിമാരും അവർ രൂപാന്തരം പ്രാപിച്ച് ദൂതതുല്യരായിട്ട് ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോഴോ? ഹല്ലേലൂയ. ആ വാക്യം ഒന്നും കൂടെ വായിക്കേ. നമുക്ക് വചനം ഉള്ളതുപോലെ വായിച്ചാൽ മതിയല്ലോ. വായിച്ചു. അതിൽ യഹൂദനും യവനനും എന്നില്ല. കുറെ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയുള്ളതല്ല ഇത്, കുറെ യൂറോപ്യൻസിന് വേണ്ടിയുള്ളതല്ല ഇത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ കുറെ പേർപ്പോൾ മാത്രം വേണ്ടിയുള്ളതല്ല. ഇതിന്റെ അകത്ത് സകല ജനവും ഉണ്ട്. സകല ഗോത്രത്തിലും ഭാഷയിലും വംശം ജാതിയിൽ നിന്നുള്ളവരുണ്ട്. അവരാരും വീണ്ടും ആ ജാതിയും പറഞ്ഞുകൊണ്ടിരിക്കാറില്ല. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നാൽ വീണ്ടും പഴയത് പറഞ്ഞോണ്ട് നടക്കല്ലേ. ചിലര് ശിശുക്കളെ ഞാൻ പറയാം, ചിലര് സ്നാനപ്പെട്ടിട്ടും പണ്ടത്തെ ജാതീയ സംഘടനയ്ക്കകത്ത് മെമ്പർഷിപ്പുള്ള മഹാന്മാരുണ്ട്. നീ ശിശുവാ. ആമേൻ. ഇഷ്ടപ്പെടുവോ? ഇന്ത്യ മഹാരാജ്യത്തിൽ ഇങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ? ഇന്ത്യ മഹാരാജ്യത്തിൽ ദൈവവചനം പ്രസംഗിക്കാൻ അധികാരമുണ്ട്. ദൈവവചന പ്രസംഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടിട്ട് പണ്ട് നിന്ന് രാഷ്ട്രീയ സംഘടനയ്ക്കകത്ത് തലവെക്കുന്നവരുണ്ട്. നോ. ഞാൻ ഇന്ന സംഘടനയ്ക്കകത്ത് വളരെ ബലമായിരുന്നു. ചില പാസ്റ്റർമാരോട് ചിലരോട് സംസാരിച്ചു വരുമ്പോ അവര് പറഞ്ഞു വരുന്ന കാര്യം കണ്ടോ, ഈ പാർട്ടി ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ നിലനിന്ന്. മറ്റവര് വല്ലതും ആയിരുന്നെങ്കിൽ നിൽക്കുന്നില്ല. ഇവർ സ്ട്രോങ് ആയിട്ട് ഉണ്ടോ? അകത്ത് കിടക്ക. നീ ശിശുവാ. കാര്യം പറഞ്ഞ നിന്റെ അകത്ത് നിന്നത് പോയിട്ടില്ല. അപ്പൊ ചോദിക്കും രാഷ്ട്രീയം പറയുമ്പോ രാഷ്ട്രീയമല്ല പറയണേ. രാഷ്ട്രീയം പറയണ്ടെന്നേ ഇനി.
ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെട്ടതാണോ? ഞാൻ ഇതിൽ നിന്ന് കർത്താവിനെ ബോധിപ്പിച്ചു. ഇന്ന് എന്താ ഉണ്ടായിരിക്കുന്നതെന്നറിയാവോ? ഒരു കാലഘട്ടത്തിൽ പലരും ഇതൊക്കെ ശരിയാന്ന് അംഗീകരിച്ചു. അതിൽ ബഹുഭൂരിപക്ഷം പല അപ്പച്ചന്മാരുണ്ടായിരുന്നു. ഒരു സാരമില്ലെന്നേ, ഇതിന്റെ അകത്ത് കൂടെ പോയാലും ഇത് കേൾക്കുന്ന ബലഹീന വിശ്വാസി അവനിതെല്ലാം പോയി ഇതിന്റെ പുറകെ പോയി ചെയ്യാൻ പാടില്ലാത്ത നിലവാരത്തിൽ ഗേഗസി പോയി വാരി തിന്നാൻ പോയ പോലെ പോയി പുറകെ. പല വിശ്വാസികളും ഇന്ന് ഇതുപോലെ കുഷ്ഠം പിടിച്ച് കിടക്കുക. പക്ഷെ മനസ്സിലാകുന്നില്ല എന്നതാണ്. ഹല്ലേലൂയ. നിന്നെ നടത്തുന്ന ഒരു വഴി തെറ്റിച്ചാണ് നീ രക്ഷപ്പെടാൻ വലിയ പാടാണ്. അതുകൊണ്ട് വഞ്ചിക്കരുത്, സത്യം സംസാരിക്കണം. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, നീ സഹോദരനോട് സത്യം സംസാരിക്കണം, പോഷ്ക്ക് പറയരുത്. അവൻ രക്ഷയ്ക്ക് അർഹനാണ്. നിന്റെ ജീവിതം കൊണ്ട് അവനെ നശിപ്പിക്കരുത്. ശിശുക്കൾ പറയും, അയ്യോ ഇത് കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതൊക്കെ പറയേണ്ട കാര്യം, നമുക്ക് വലിയ കാര്യം പറയാനുണ്ടല്ലോ. ദൈവത്തെ കൃപയുടെ ആത്മാവിനെ ദുഃഖിപ്പിച്ച് ഞങ്ങളുടെ ജഡത്തിന്റെ ഇഷ്ടമനുസരിച്ച് പോകുന്ന വലിയ കാര്യങ്ങളുണ്ടല്ലോ ചിലർക്ക് പറയാം. വായിച്ചേ. യഹൂദനും യമനനും എന്നില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഒന്നും ഒരു കാര്യം ഇവിടെ പറഞ്ഞു. നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യയിലേക്കൊക്കെ സായിപ്പന്മാരൊക്കെ അല്ലെ മിഷണറിമാരൊക്കെ വന്ന് ഇവിടുന്ന് പ്രസംഗിക്കാനൊക്കെ വരുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇവരെന്തോ കൃപയിൽ നിറഞ്ഞു വന്നിരിക്കുന്ന ആ ഒരു ചിന്ത നമുക്കുണ്ട്. അവർക്കില്ല, നമുക്കുണ്ട്. അവർ വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചിന്ത ഈ അവിടെ നിന്ന് ഏത് രാജ്യം, അമേരിക്കയാണെങ്കിൽ പിന്നെ അവിടെ എല്ലാവരും അന്യഭാഷയിലാണ് റോട്ടിൽ കൂടെ പറഞ്ഞു നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. സായിപ്പാണോ ക്രിസ്ത്യാനിയാണോ വാ തുറന്ന കൃപാവരങ്ങളങ്ങ് ജ്വലിക്കുക എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. നേരെ ഇത് ചോദിച്ചാ അവൻ ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് പോലും അവൻ ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ വരും. ശ്രദ്ധിച്ചോ? എനിക്കറിയാവുന്ന കാര്യം ഞാനും പറഞ്ഞു. അവൻ ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പറയുന്നത് യേശുവിൽ വിശ്വസിക്കണം. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാന പുസ്തകം എഴുതിയിരിക്കുന്ന അമ്മൂമ്മ അവിടെ ഇരിക്കുന്നത്, അവരോടാണ് യേശുവിൽ വിശ്വസിക്കണം എന്ന് പറയാൻ സായിപ്പ് വരുന്നത്. മനസ്സിലാക്കണം, ആണും പെണ്ണെന്നും യഹൂദന് യവനെന്നൊന്നും വ്യത്യാസം ഇല്ലെന്നേ. ഹല്ലേലൂയ. മനസ്സിലാക്കണം. അതായത് ചിലരുടെ കാഴ്ചപ്പാടാ. അവിടെ അങ്ങാണ്ടാണ് എല്ലാവർക്കും പരിജ്ഞാനം അറിവുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ആർക്കും തിരിച്ചറിവും ഒന്നുമില്ല, വെളിപ്പാടൊന്നുമില്ല. അവിടെ നിന്ന് വരണം നമുക്ക് പകരാൻ വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? ഈ തിരിച്ചറിവൊക്കെ ഇങ്ങനെ ഉണ്ടായതിന് കാരണം എന്താണ്? ശിശുക്കളുടെ ഒത്തിരി ഫിലോസഫികൾ കളിക്കുന്നുണ്ട്. ശിശുക്കളുടെ ഒത്തിരി ഐഡിയാസ് വ്യാപരിക്കുന്നുണ്ട്. അതാണ് അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം. ആമേൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ വചനപ്രകാരം നോക്കണം, ഒരു വ്യത്യാസവും ഇല്ല. വായിച്ചോ. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ അതായത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ മാത്രം ആ വാഗ്ദത്തത്തിന് അവകാശികളാകുന്നുള്ളൂ. മനസ്സിലാക്കണം. നമ്മൾ പ്രാപിക്കുന്ന ആത്മീക നന്മയ്ക്ക് നമ്മെ അർഹനാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അതിനായിട്ടാണ് പിതാവ് തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. യേശുവിൽ വിശ്വസിച്ചപ്പോൾ പിതാവ് തന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നു. അങ്ങനെ പകരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ നമ്മളിലേക്ക് വരികയാണ്. മനസ്സിലാക്കണം. അതായത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത് മുൻകണ്ടിട്ടാണ് അബ്രഹാമിനെ വിശ്വാസികൾക്ക് പിതാവെന്ന് മുൻകൂറായി അബ്രഹാമിനെ അറിയിച്ചത്. അപ്പോൾ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാം, വിശ്വസിച്ചാൽ ദൈവവൈതലായി തീരാം. അപ്പോൾ സ്നാനപ്പെട്ടവരാണ് വിശ്വസിക്കുന്നവർ, സ്നാനപ്പെട്ടവരാണ് ദൈവമക്കളായി തീരുന്നത്. സ്നാനമേൽക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നു, സാത്താനെ ഉരിഞ്ഞുകളയുന്നു. രക്ഷിക്കപ്പെടാത്തവരെല്ലാം സാത്താനെ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പാപത്തെ ധരിച്ചാണ് നടക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ മാത്രമാണ് ക്രിസ്തുവിനെ ധരിക്കുന്നുള്ളൂ. മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മൾ ക്രിസ്തുവിനെ ധരിച്ച നാം പാപത്തെയും പിശാചിനെയും ധരിച്ച മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുകയാണ്. അവരിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് പ്രാർത്ഥിക്കുക, ഓർത്താവ് അവര് വലിയ മാനസാന്തരം കൊടുക്കുന്നു എന്നതാ പറയുന്നത്. നീ അവൻ അതേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അവൻ ധരിച്ചിരിക്കുന്നത് സാത്താനെയും പിശാചിന്റെ പ്രവൃത്തികളെയാണ്. എപ്പോൾ വരെയാണെന്നറിയാമോ? ഹല്ലേലൂയ. അതാണ് വളരെ പ്രധാനം. കാഹളം ധരിക്കും, മരിച്ചവരും. ഈ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.
ഈ സൃഷ്ടി ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും നോക്കി നിൽക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യർ ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച ജൊടിയുടെ നേരം കൊണ്ട് ഹാളലിയ എവിടെ എത്തുകയാണ്? ദൈവരാജ്യത്ത് എത്തുകയാണ്. മനുഷ്യരുടെ കണ്ണുകൊണ്ടത് കണ്ടില്ലേലും ഈ ഭൂമി അത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഭൂമിയോട് സ്വർഗത്തിലെ പിതാവ് പറഞ്ഞു, എന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ഒരു കൂട്ടം ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നവരെ ഭൂമിയെ ആകാശമേ സർവ്വ സൃഷ്ടിയെ നിങ്ങൾ അടങ്ങിപ്പാർക്ക്. ആ കൽപ്പനയ്ക്ക് മുമ്പിലാണ് ഇന്നു പകൽ നേരവും ഇത്രയേറെ ദുഷ്ടന്മാരും ഇത്രയേറെ അകൃത്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഇരിക്കെ ഈ പ്രകൃതി പ്രതികരിക്കാതിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. അവരുടെ പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കാഹളം ധ്വനിക്കും, ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. പിന്നെ ഈ ഭൂമിയിൽ നിന്ന് സകല ദുഷ്ടന്മാരെയും ഭൂമി കുടഞ്ഞു കളയുകയും ചെയ്യും. ഇതിനു മുമ്പേ കൃപയ്ക്കുള്ളിൽ പ്രവേശിച്ച, കൃപയാകുന്ന പെട്ടകത്തിൽ പ്രവേശിച്ച, സകല സൃഷ്ടിയെയും നശിപ്പിക്കുന്ന ആ ദൈവക്രോധം എന്ന പ്രളയം വെളിപ്പെടുന്നതിനു മുമ്പേ ദൈവകൃപയിൽ നമ്മൾ പ്രവേശിച്ച അവന്റെ രാജ്യത്തിൽ അരാരത്തിൽ ഈ പെട്ടകം ഉറയ്ക്കുമാറാണ്. അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. വായിച്ചാട്ടെ. അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. കണ്ടോ, പിതാവ് നിശ്ചയിച്ച അവധിയോളം. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളിൽ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം സ്വർഗത്തിലെ പിതാവ് നിർണയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ആത്മാവിൽ ജനിച്ച് സ്വന്തം വളർച്ച പ്രാപിക്കും. അതുവരെയും നമ്മുടെ ജീവിതത്തിൽ ആ പെൻഡിങ് നിൽക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുന്നത് വരെയും ആ അവധിയുടെ കാലഘട്ടമായിരുന്നു. നമ്മൾ ലോകത്തിൽ പാപത്തിലായിരുന്നു. അതിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്തപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിട്ട് ക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീർന്നു. അവധി കഴിഞ്ഞു. ഇന്ന് നമ്മൾ വളർച്ചയുടെ പാതയിലാണ്. സഭ വളർച്ചയുടെ പാതയിലാണ്. കരങ്ങൾ ദൈവത്തിൽ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സഭ വളർച്ചയുടെ പാതയിലാണ്. ഞാനും നിങ്ങളും ആത്മാവിൽ വളർച്ചയുടെ പാതയിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത് കാഹളം ധ്വനിക്കുമ്പോഴാണ്. വായിച്ചേ. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും വിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. കണ്ടോ, നമ്മൾ ഒരു കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിൽ നമ്മൾ ജാതികളിൽ നിന്നാണ് രക്ഷ പ്രാപിച്ചു വന്നത്. യഹൂദന്മാരോടാണ് ഈ പറയുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിൽ ഇരുന്നപ്പോൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും നിങ്ങൾ കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സ്വന്തം ഹാളലെ സ്നാനപ്പെട്ട വിശുദ്ധന്മാരെ, ക്രിസ്തുവിനെ ധരിച്ചവരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ, നിങ്ങൾ ഇന്ന് പണ്ടത്തെ പോലെ നിങ്ങളെ നടത്തുന്ന സ്വന്തം ഹാളലിയ ഗ്രഹവിചാരകന്മാർക്ക് കീഴിലല്ല, അല്ലെങ്കിൽ രക്ഷകന്മാർക്ക് കീഴിലല്ല. നിങ്ങൾ ഇന്ന് ക്രിസ്തുവിന് കീഴിലാണ് ആയിരിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. അതുപോലെ അങ്ങനെ നാമും ശിശുക്കൾ ആയിരുന്നപ്പോൾ, കാരണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. നമ്മൾ അടിമകളായിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു, ശാപത്തിന് അടിമകളായിരുന്നു നമ്മൾ ഓരോരുത്തരും. അവിടെ നിന്ന് യേശു തന്റെ രക്തത്താൽ നമ്മളെ കഴുകി വീണ്ടെടുത്തിരിക്കുന്നത്. അടയാളം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മ നമ്മളൊരു പകരപ്പെട്ടപ്പോൾ നമ്മൾ ഇനിമേൽ അതിന് അടിമയല്ല. അതുകൊണ്ട് നമ്മൾ ഞാനിനി പറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ നിന്ന് ഞാൻ അന്യനല്ല. അതെങ്ങനെയാ സംഭവിച്ചത്? അത് യേശുവിന്റെ രക്തത്താലാണ് സംഭവിച്ചത്. നമ്മെ ദൂരസ്ഥരായിരുന്നു നമ്മളെ ക്രിസ്തുവിന്റെ സമീപസ്ഥരാക്കി തീർന്നത് യേശുവിന്റെ രക്തമാണ്. ആമേൻ. വായിച്ചാട്ടെ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. കണ്ടോ, അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലിരുന്നവരെ വീണ്ടെടുക്കണം. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അകൃത്യം ചുമക്കേണ്ടതിന് അവർക്ക് വേണ്ടിയും കഷ്ടം അനുഭവിക്കണം. അങ്ങനെ സകല മനുഷ്യർക്കും രക്ഷകൻ ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവരുടെ മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമാണ് ദൈവപുത്രൻ. യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവം. കാര്യം, മാനവരാശിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ജയിച്ചതും ജഡത്തിൽ വെളിപ്പെട്ടതുമായ മറ്റൊരു നാമമില്ല.
ജഡത്തിൽ പാപത്തിലിരിക്കുന്ന എന്നെ ജഡസദൃശ്യത്തിൽ വെളിപ്പെട്ട് എന്റെ അകൃത്യം വഹിച്ചൊരുവൻ മരിച്ചാൽ അവന്റെ മരണം കൊണ്ട് എനിക്ക് വീണ്ടെടുപ്പ് വന്നു ഞാൻ എങ്ങനെ അറിയുന്നേ? വിശ്വസിച്ചോ എന്ന് പറയുന്ന പരിപാടിയല്ല ഇത് അനുഭവിക്കണം. എന്റെ പാപം എന്നിൽ നിന്നും മാറിയതായിട്ട് എനിക്ക് അനുഭവം വരണം. പാപം ചെയ്യാൻ കഴിയാത്ത അനുഭവം വരണം. വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുന്ന അനുഭവം വരണം. സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ എന്റെ ബുദ്ധിമണ്ഡലം ഓപ്പൺ ആകണം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞത്. വായിച്ചേ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന. ഇവിടെ ശ്രദ്ധിക്കണം, മക്കൾക്ക് മാത്രം ലഭിക്കുകയും അടുത്തത് ആ പദം ശ്രദ്ധിക്കണം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പിതാവ് വിൻസെന്റിന്റെ ഹൃദയത്തിൽ അയച്ചു. ശ്രദ്ധിക്കണം, എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിയിൽ പുത്രൻ ദൈവസന്നിധിയിൽ പിതാവേ എന്ന് വിളിച്ച് ആരംഭിച്ച ശുശ്രൂഷയ്ക്ക് പിന്നിൽ വിൻസെന്റിൽ നിന്ന് നിൽക്കുമ്പോൾ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചവന്റെ ആത്മാവ് പിതാവ് വിൻസെന്റിന്റെ ഹൃദയത്തിൽ പകരുമ്പോഴാണ് വിൻസെന്റ് ദൈവ പൈതലായി തീരുന്നത്. എന്റെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് ചേർത്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ മാത്രമാ ദൈവമക്കൾ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പകരപ്പെട്ടവർ മാത്രമാ ദൈവമക്കൾ. ഹല്ലേലൂയ. സ്നാനപ്പെടാതെ അനുസരിക്കാതെ പുറത്തോടെ നടക്കുന്നവനല്ല. ഞാൻ പറയട്ടെ, നിനക്ക് സ്നാനപ്പെടാൻ കഴിയും, യേശുവിനെ രക്ഷകനും കർത്താവ് സ്വീകരിക്കാൻ കഴിയും. പക്ഷെ നീ ദൈവവൈതലാകണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. ദൈവം തീരുമാനിക്കുന്നതിന്റെ തെളിവാണ് പരിശുദ്ധാത്മാവിനെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ പകരുന്നത്. നിന്റെ ഒരു കഴിവോട് പറ്റത്തില്ല, അത് പിതാവാണ് പകരുന്നത്. തന്നിൽ പ്രസാദിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവം അത് പകരുക തന്നെ ചെയ്യും. അതിലും ശ്രേഷ്ഠമാണ് വേലയ്ക്കുള്ള വിളി. ഇത് പ്രസംഗിക്കാനുള്ള വിളി. മറ്റത് അനുഭവിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെയാണെന്ന് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ വേലക്കായി അഭിഷേകം ചെയ്തത് വേറെയാണ്. ആത്മസ്നാനത്തിനായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അടുത്ത അതേ വ്യക്തിയിൽ ദൈവത്തിന്റെ അഭിഷേകം, ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകം. 5 വിധ ശുശ്രൂഷയിൽ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായി ഒരുവരെ വിളിച്ചെങ്കിൽ അപ്പോസ്തോലിക അഭിഷേകം പകരുമ്പോൾ ഈ മർമ്മങ്ങളെല്ലാം വിളിക്കപ്പെട്ടവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് വേലയുടെ വിളി. ആമേൻ. അതുകൊണ്ട് ഇത്ര ശ്രേഷ്ഠമായ, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്ക് അരുളുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ അതിന് യോഗ്യതയില്ലാതിരുന്നപ്പോഴാണ് ദൈവം തന്റെ പുത്രൻ ഹല്ലേലൂയ ലോകത്തിലേക്ക് അയച്ചു. പുത്രനെ ലോകത്തിൽ നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച അതേ ആത്മാവിന്റെ ഹൃദയത്തിൽ പകർന്നു കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മളോട് ചെയ്തത് അവൻ തന്റെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ പകർന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമാണ്. അടുത്തത് നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല. അടുത്തത് എന്താ വായിക്കുന്നത്? പുത്രനത്രേ. ഇതും ദൈവപുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് രക്ഷിക്കപ്പെടുന്ന മനുഷ്യരാകുന്ന എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചും പറയുന്ന വാക്യമാണ്. അവിടെ പറയുന്ന അങ്ങനെ നീ എങ്ങനെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പകരപ്പെട്ടപ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. അഭിഷേകം പ്രാപിക്കാത്തവൻ പറഞ്ഞുകൊണ്ട് കിടക്കും ഞാനും ദൈവവേദനാന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. അനുഭവിക്കുന്നവർ ലോകത്തിലുണ്ട്. അഭിഷേകത്തെ പകരപ്പെട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ് ഹൃദയത്തിൽ പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ദൈവ മക്കളായി തീർന്നു. ഇതിന്റെ മുമ്പിൽ ഏത് ആവിചാരം ജയിക്കുവാൻ, ഏത് മന്ത്രവാദം ജയിക്കുവാൻ, ഏത് ക്ഷുദ്രപ്രയോഗം ജയിക്കുവാൻ ഒരു പ്രവൃത്തി ജയിച്ചിരുന്നില്ല. കാരണം ഉയരത്തിലെ ശക്തിയാണ് പകരപ്പെട്ടിരിക്കുന്നത്. ദൈവ മക്കൾ എന്ന പദവി നൽകിയിരിക്കുന്നെങ്കിൽ ഒരു ശക്തിയും ലോകത്തിൽ ജയിക്കില്ല. ഞാൻ സേവിക്കുന്നവൻ എന്നോട് പറയുന്നു, ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിൽ. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിക്കുന്നു. അങ്ങനെ ഒരുവനെയാണ് നമുക്ക് ആവശ്യം. അല്ല, ഞാൻ ഒരിക്കൽ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുമെന്ന് അനേക മതങ്ങൾ, അനേക പാഠങ്ങൾ, അല്ലെങ്കിൽ മരിച്ചവരുടെ റിസൾട്ടും മരിച്ചവരുടെ സ്റ്റോറിയും പറയുമ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരു നാമം യേശു ക്രിസ്തു നാമം. പിതാവിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ കളിക്കുന്നു. അവൻ ആത്മാവായിരിക്കാൻ പിതാവോ തന്റെ പുത്രന്റെ മേൽ പകർന്ന അളവിയ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുകയാണ്. നാമും ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. ആ വാക്യം ശ്രദ്ധിക്കണം.
അവസാനത്തെ വാക്യം വായിക്കണം. അവിടെ വായിക്കുന്നത്, അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, അടുത്തത് പുത്രനെങ്കിലോ ദൈവഗതത്താൽ അവകാശിയുമാകുന്നു. തന്റെ അഭിഷേകം, തന്റെ ആത്മാവിനാൽ പകരപ്പെട്ട, തന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നവർ ദൈവത്തിന്റെ അവകാശികളാണ്. അതിന്റെ ഇടയിൽ ഒരു മനുഷ്യനുമില്ല, ഒരു പ്രസ്ഥാനവുമില്ല, ഒരു സംഘടനയില്ല, ഒരു കുടുംബവുമില്ല, ഒരു കൂട്ടുകെട്ടുമില്ല, ഒരു ദേശവുമില്ല, ഒരു രാജ്യമില്ല. ഒന്നിനും അതിന്റെ ഇടയിൽ വലിഞ്ഞു കയറാൻ കഴിയാതെ വന്നോ സ്വർഗത്തിലെ ദൈവമാണ് ഇത് ഉറപ്പിച്ചെങ്കിൽ ഇന്ന് പകരം പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് ഇടയാകട്ടെ. കർത്താവ് തന്റെ ആത്മാവിനെ, പിതാവേ എന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നെങ്കിൽ നാം ദൈവത്തിന്റെ മക്കളാണ്. ആ കൃപയാണ് നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം പകർന്നിരിക്കുന്നത്. ആ പ്രാഗൽഭ്യം പരിശുദ്ധാത്മാവിനെ ഉള്ളവരെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കേട്ട വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാൻ സ്വർഗത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എത്രയോ അതിശയങ്ങളെ